തങ്ങളുടെ എതിരാളികൾക്ക് നേരെ തട്ടിക്കയറുന്നതാണ് പുതിയ തലമുറയുടെ രാഷ്ട്രീയം എന്ന് ആര്യരാജേന്ദ്രൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിനകത്ത് ചർച്ച ചെയ്യാനായിട്ട് ആര്യരാജേന്ദ്രൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവസരം നൽകുന്നില്ല എങ്കിൽ വേറെ ഇവർക്ക് പ്രതിഷേധിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് BJPക്ക് മുൻപോട്ട് വരാൻ സാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് CPM അവിടെ തിരുവനന്തപുരത്ത് സാധ്യതകളില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ BJPക്ക് പണ്ട് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വളർച്ച തിരുവനന്തപുരത്തുണ്ട്. ഇത് BJPയുടെ 2025 ത്രിതല പഞ്ചായത്തിലേക്കുള്ള അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് വിജയിച്ചു വരുവാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കും. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു പരാജയമാണെന്ന് തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അടുത്ത തവണ അവിടെ BJP ആണ് ഭരിക്കുക അല്ലെങ്കിൽ അധികാരത്തിൽ വരിക എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാൻ? സ്വപ്നം ആർക്കും കാണാൻ പറ്റും. ജനമാണ് തീരുമാനിക്കേണ്ടത് അടുത്ത പ്രാവശ്യം ആര് അധികാരത്തിൽ വരണം എന്നുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു സർക്കസ് കൂടാരമായിട്ട് മാറിയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആര്യരാജേന്ദ്രൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം എന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷന് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രവർത്തികൾ ഒക്കെ ഈ ആര്യരാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പോൾ KSRTC ഉണ്ടായിട്ടുള്ള സംഭവം, അതോടൊപ്പം തന്നെ അതിനുശേഷം തുടർന്ന് പക്വതയില്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതൊരു സത്യമാണ്. അതിനെ ഒന്നും നമ്മൾ കാണാതെ പോകുന്നില്ല. പക്ഷേ ഈ ഒരു കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വന്ന് കൂവുക, അതല്ലെങ്കിൽ ഡയസിന് മേളിൽ കയറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദയുടെ രീതിയിലുള്ള ഒരു പ്രതിഷേധമല്ല. അത് കോമാളിത്തരം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. തങ്ങളെ തെരഞ്ഞെടുത്തയച്ച ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ. കാരണം ഒരു ഡയസിന് മുകളിൽ കയറി നിൽക്കുക, ഈ വനിതാ അംഗങ്ങൾ തന്നെ ഒരു വനിതാ മേയറെ കൂവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്ന് മനസ്സിലാവുന്നില്ല. ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന സമരങ്ങളെ എന്താ പറയുക, ഈ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ഇരുന്ന് കൂവി തോൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡയസിന് മേളിൽ കയറി മേയറുടെ മൈക്ക് വലിച്ച് താഴെടുകയല്ല ചെയ്യേണ്ടത്. രാജേന്ദ്രൻ അങ്ങനെ ഒരു നിഷേധാത്മകമായ ഒരു നിലപാട്, അതായത് സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള അനധികൃത നിയമനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട്, സഭ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനകത്ത് ചർച്ച ചെയ്യാനായിട്ട് ആര്യരാജേന്ദ്രൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവസരം നൽകുന്നില്ല എങ്കിൽ വേറെ ഇവർക്ക് പ്രതിഷേധിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്കാണ് ഇവർ പോകേണ്ടത്. അനധികൃതമായിട്ട് നടന്നിട്ടുള്ള നിയമനങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അടുത്ത തവണ ആര്യരാജേന്ദ്രനെ മാറ്റി നിർത്തുക എന്നൊരു വലിയ കാര്യമാണ് ഈ പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന BJP. അവിടെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ അംഗബലമുള്ളത് BJPക്കാണ്. BJP അടുത്ത പ്രാവശ്യം ഇപ്പൊ നിങ്ങൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, BJP അടുത്ത പ്രാവശ്യം അവിടെ വരുമോ? BJP അടുത്ത പ്രാവശ്യം അവിടെ വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഇതേ രീതിയിൽ പോയാൽ അവിടെ കാണുന്നില്ല. കാര്യം ഇപ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലൊക്കെ ശക്തമായ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ BJPക്ക് അടുത്ത തവണ ഉറപ്പുള്ള രണ്ട് പറയുന്ന കോർപ്പറേഷനുകൾ ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരം ആണെന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അല്ല, ഇപ്പോ തൃശ്ശൂരിന്റെ ഇപ്പോൾ നിലവിലത്തെ മേയർ ഇപ്പോൾ തന്നെ BJPക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2024 നടന്ന ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് പരസ്യമായി രംഗത്തിറങ്ങിയിരുന്നയാളാണ് തൃശ്ശൂർ മേയറായിട്ടുള്ള വർഗീസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രതികാരം തീർത്ത പോലെയാണ് കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ദേശീയ പണിമുടക്കിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നിരുന്ന തൃശ്ശൂർ മേയറെ അങ്കമാലിയിൽ വെച്ചിട്ട് CPM പ്രവർത്തകർ തന്നെ തടയുകയും തിരിച്ചയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയെ സംബന്ധിച്ചൊരു വലിയ ടാർഗറ്റാണ്. അവരുടെ മുമ്പിൽ അവർ കാണുന്ന ലക്ഷ്യമാണ് അത് പിടിച്ചെടുക്കുക എന്നുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തൊട്ടുപുറകിലെത്തി 2ാം സ്ഥാനത്തെത്തി എന്ന് നമുക്കറിയാം. നിയമം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കൈവിട്ടു പോയത് UDFന്റെ ഒരു കരുത്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി, അത് K മുരളീധരൻ തന്നെ അവിടെ മത്സരിച്ചു എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതുകൂടാതെ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് BJPക്ക് മുൻപോട്ട് വരാൻ സാധിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, അനുകൂല ഘടകങ്ങളുണ്ട്. പക്ഷേ ആ അനുകൂല ഘടകങ്ങളെ അവർക്ക് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെ കൗൺസിൽ ഹാൾ എന്ന് പറയുന്നത് അവിടെ ആരോഗ്യകരമായ ചർച്ചകൾ നടക്കേണ്ട സ്ഥലമാണത്. അവിടെ കൂവുകയല്ല ചെയ്യേണ്ടത്. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ആര്യരാജേന്ദ്രൻ ഇതിൽ രാഷ്ട്രീയം കൂടുതലാണെന്ന്. കാരണം ഒരു കൊച്ചുകുട്ടി, എനിക്കത് 21-22 വയസ്സുള്ളപ്പോഴാണ് ഒരാളെ അവിടേക്ക് സ്ഥാനത്തോട്ട് അല്ല, അതിന്റെയൊക്കെ പിന്നെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യരാജേന്ദ്രനെ അവിടെ ഇരുത്തുക, അതിനുശേഷം എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുക, അതിനുശേഷം അതിന്റെ പിന്നിലൊക്കെ വലിയ ലോബികൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തരംഗത്തിന്റെ പുറത്ത് കയറി വന്നതാണല്ലോ കുട്ടി എന്നുള്ള രീതിയിൽ. അതായത് ഒരു കൊച്ചു, അതായത് വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടി CPMന്റെ ഒരു പോരാളി എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചിട്ടാണ് ആര്യരാജേന്ദ്രൻ കടന്നു വരുന്നത്.
അങ്ങനെ വിജയിച്ചതിന് ശേഷം CPM-നകത്തെ തന്നെ ഒരു മുതിർന്ന വനിതാ നേതാവിനെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ തലമുറയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏഷ്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് ആര്യ രാജേന്ദ്രനെ കൊണ്ട് ആ ഒരു ക്രെഡിറ്റ് ഒക്കെ ദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യാന്നൊക്കെയുള്ള ഒരു ചിന്തയോട് കൂടിയാണ് CPM ഈ ആര്യ രാജേന്ദ്രനെ ഇറക്കുന്നത്. പക്ഷേ ഇടയ്ക്കാലും മേയർ ആയതോടുകൂടി ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് ആര്യ രാജേന്ദ്രന്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ കിട്ടിയ അധികാരമാണ് കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തങ്ങളുടെ കീഴിലുള്ള കുറെ ആളുകളെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അധികാരം അവരെ ഒരുപക്ഷെ മത്തുപിടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. മത്തുപിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എന്തൊക്കെയാണ്, തൻ്റെ കീഴിൽ ഇത്രയും ആളുകളുണ്ട്, താനൊരു അധികാരത്തിന്റെ അധികാരം കൈയാളുന്ന ഒരു രാജാവാണ് എന്നൊക്കെയുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതിനെ തന്നെ പൊതുസമൂഹം കൃത്യമായി വിമർശിക്കുന്നുണ്ടല്ലോ. വളരെ മാന്യമായ രീതിയിൽ ആര്യ രാജേന്ദ്രനെ കൃത്യമായിട്ട് പൊതുസമൂഹം വിമർശിക്കുന്നുണ്ട്, അവരെ വിലയിരുത്തുന്നുണ്ട്. ഒരുപക്ഷെ CPM അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തു നിന്നൊക്കെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരാളാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു ആളുകൂടിയാണ് ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. എനിക്കൊന്ന് മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് വളരെ റിയാസും വീണ വിജയനുമായിട്ടൊക്കെ അടുപ്പമുള്ളത് കൊണ്ടാണ് പറഞ്ഞ ആര്യ രാജേന്ദ്രൻ ഇത്രത്തോളം ധാർഷ്ട്യം കാണിക്കുന്നതെന്ന് ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഈ വീണ വിജയനുമായിട്ട് വളരെ അടുത്തൊരു സൗഹൃദം ഇവർ തമ്മിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ സൗഹൃദമൊക്കെ ഇവര് ലാളിത്യമായി കണ്ടിരുന്നുവെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി ഇവര് മേന്മയുള്ളവരായനെ. തങ്ങളുടെ എതിരാളികൾക്ക് നേരെ തട്ടിക്കയറുന്നതാണ് പുതിയ തലമുറയുടെ രാഷ്ട്രീയം എന്ന് ആര്യ രാജേന്ദ്രൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതായത് എതിരാളിയെയും സൗമ്യഭാവത്തോടു കൂടി നേരിട്ടാൽ മാത്രമേ ജനങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കൂ എന്നുള്ള ഒരു സാമാന്യ ബോധത്തിലേക്ക് ആര്യ രാജേന്ദ്രന് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നുള്ളിടത്താണ് ആര്യ രാജേന്ദ്രന്റെ പരാജയം ഇരിക്കുന്നത്. അതല്ല എങ്കിൽ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ കോർപ്പറേഷന്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ഒക്കെ കൂടി ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ തിരുവനന്തപുരത്തെ പല റോഡുകളും ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ടാർ ചെയ്യപ്പെടും. അതെല്ലാം കൃത്യമായിട്ട് സഞ്ചാര യോഗ്യമാവുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് CPM-ന് അവിടെ തിരുവനന്തപുരത്ത് സാധ്യതകളില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ BJP-ക്ക് പണ്ട് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വളർച്ച തിരുവനന്തപുരത്തുണ്ട്. ആ വളർച്ചയിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കുമോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില വിട്ടുവീഴ്ചകൾക്ക് BJP തയ്യാറായേക്കും. അപ്പോൾ ഈ വരുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസോ CPM-ഓ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ഇവരിൽ ആർക്ക് ചെയ്യും എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടുള്ളൂ. അതിന് കൂടുതൽ സാധ്യത BJP-യും CPM-ഉം തമ്മിലുള്ള ചില ധാരണകളൊക്കെ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യമാണോ അഹങ്കാരമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനം വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഒരുപക്ഷെ അവരുടെ ധാർഷ്ട്യത്തെയും ആ അഹങ്കാരത്തെയും ഒക്കെ ഒരു ആരാധനയോടുകൂടി കാണുന്ന ഒരു സമൂഹവും കേരളത്തിലുണ്ട്. അതല്ല എങ്കിൽ ഒരു കാരണവശാലും അവര് ചെയ്ത ഒരു തെറ്റിനെ വീണ്ടും ആവർത്തിക്കത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, TV-ക്ക് അത് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം എന്ന് പറയുന്നത്, അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനാധിപത്യപരമായ രീതിയിൽ ആരോഗ്യകരമായ ചർച്ച നടക്കേണ്ട ഒരു കോർപ്പറേഷൻ കൗൺസിൽ ഹാളിനകത്ത് കൂവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് ഏൽക്കുന്ന മുറിവാണ്. തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നേരെ കാർക്കിച്ചു തുപ്പുന്നതിന് തുല്യമാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത് പ്രതിപക്ഷം. അവിടെ മാന്യമായ പ്രതിഷേധങ്ങളാവാമല്ലോ, മാന്യമായ പ്രതിഷേധങ്ങളാവാം. പക്ഷെ ഇത് കയ്യങ്കളിലേക്കാണ് ഓരോ BJP പ്രവർത്തകർക്ക് ഇപ്പൊ പറയുന്ന ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പ്രവർത്തകർക്ക് ഒരു നല്ല ഗൈഡ് ലൈൻസ് കൊടുക്കാൻ ആളില്ലാത്തതിന്റെ പോരായ്മയാണ് സാറിന് എപ്പോഴെങ്കിലും തോന്നി? അല്ലാതെ ഇപ്പോൾ 100% കറക്റ്റ് അല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബഹളം ഉണ്ടാക്കുന്നതാണ് ഒരു പ്രതിപക്ഷ പ്രവർത്തനം എന്നൊക്കെ ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുക. കാരണം ബഹളം വെക്കുന്നതല്ല പ്രതിപക്ഷ പ്രവർത്തനം എന്നത്. പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യമായി ഭരണപക്ഷത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവരെ കൃത്യമായി ജനാധിപത്യ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിപ്പോ എന്താണ്, ആരൊക്കെയോ ആഹ്വാനം ചെയ്യുന്നു, അതിന് പ്രകാരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലേക്ക് ചെല്ലുന്നു, അവിടെ കിടന്ന് കൂവുന്നു, ബഹളം വെക്കുന്നു. അവർ സ്വയം അപഹാസ്യരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന നമ്മൾ കണ്ടുവരുന്ന പ്രതിപക്ഷങ്ങളെല്ലാം ഈ രീതിയിലല്ലേ? അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കുക. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പ്രതിപക്ഷം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അല്ലല്ല, അങ്ങനല്ല. കാരണം ഇപ്പോ നിയമസഭയ്ക്കകത്താണെങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള രീതിയാണ്. പക്ഷെ ആ നടുത്തളത്തിൽ ഇറങ്ങുമ്പോഴും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇതിനു മുമ്പ് KM മാണി സാറ് നിയമസഭയിൽ
ധനകാര്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷമായിരുന്നു ഇന്നത്തെ ഭരണപക്ഷം കാട്ടിക്കൂട്ടിയതും അത് അവർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനുൾപ്പെടെ എതിരെയുള്ള കേസുകളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു പ്രതിപക്ഷ പ്രവർത്തനമായിട്ട് അതിനെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് നിൽക്കത്തില്ല. അതല്ല പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ നടുത്തളത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ജനാധിപത്യ രീതിയിൽ തന്നെ പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമാണ്. തങ്ങളുടെ ആശയങ്ങൾ തങ്ങൾ ഈ കൗൺസിലുകളിൽ അവതരിപ്പിച്ചു, പക്ഷേ തങ്ങൾക്ക് വേണ്ട പരിഗണന ആ ഹോളിൽ ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് നടുത്തളത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷേ ഇത് നടുത്തളത്തിൽ ഇറങ്ങുകയല്ല, ഇത് അവിടെ ഇരിക്കുന്ന സ്പീക്കറെ നിയമസഭയിലാണെങ്കിൽ സ്പീക്കറെ ആക്രമിക്കാൻ വേണ്ടി ചെല്ലുക, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഹാളിൽ മേയറെ ആക്രമിക്കാൻ ചെല്ലുക, അവർക്ക് നേരെ കൂവുക, കൊഞ്ഞനം കുത്തുക എന്നൊക്കെ പറയുന്നത് ഇത് ജനം കണ്ടോണ്ടിരിക്കുകയല്ലേ. കാരണം ജനങ്ങൾ വിചാരിക്കില്ല ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചത്. ഇവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കിടക്കുന്നു, എന്തെല്ലാം വേറെ അവസരങ്ങൾ കിടക്കുന്നു, അതൊന്നും നോക്കാതെ ഇവർ കാണിച്ചു കൂട്ടിയ ഈ പേക്കൂത്ത് ഒരിക്കലും പ്രതിപക്ഷ പ്രവർത്തനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് BJPയുടെ 2025 ത്രിതല പഞ്ചായത്തിലേക്കുള്ള അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് വിജയിച്ചു വരുവാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.